തിരിതെളിയുന്ന താരയിൽ ബലി തുടങ്ങും സമയമിതിൽ ബലിയണയ്ക്കാം കാഴ്ചകളെ, തിരയിളകും ഓർമ്മകളെ. തിരിതെളിയുന്ന താരയിൽ ബലി തുടങ്ങും സമയമിതിൽ ബലിയണയ്ക്കാം കാഴ്ചകളെ, തിരയിളകും ഓർമ്മകളെ. ബലിതിരല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. ബലിതിരല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. അബ്രാഹത്തിൻ ബലി പോൽ, ആബേലേകിയ ബലി പോൽ. അബ്രാഹത്തിൻ ബലി പോൽ, ആബേലേകിയ ബലി പോൽ. ആരാധകരുടെ ബലിയിൽ നീ കൃപയുടെ അഗ്നിയിറക്കൂ. ആരാധകരുടെ ബലിയിൽ നീ കൃപയുടെ അഗ്നിയിറക്കൂ. തിരിതെളിയുന്ന താരയിൽ ബലി തുടങ്ങും സമയമിതിൽ ബലിയണയ്ക്കാം കാഴ്ചകളെ, തിരയിളകും ഓർമ്മകളെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരങ്ങളെ, ജൂൺ മാസത്തിലെ ആദ്യ ശനിയാഴ്ച പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പാപികൾക്ക് സങ്കേതമാണ്, ദുഃഖിതർക്ക് ആശ്വാസമാണ്. അമ്മ എപ്പോഴും നമുക്കൊരഭയമാണ്, ദൈവത്തിലേക്കുള്ള ചൂണ്ടുവിരലാണ്. അവൾ തണലേകുന്ന വലിയ വൃക്ഷമാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. ഇന്ന് നമ്മൾ ഈ കുർബാനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ അസീസി മിഷൻ ചാനൽ നമ്മെ വളരെയേറെ സഹായിക്കുന്ന ജിനുവിൻ്റെ പിതാവ് റോബർട്ട് ഈ ലോകം വിട്ട് കടന്നു പോയിരിക്കുകയാണ്. 5 വർഷമായി. ഈ പിതാവിൻ്റെ ആത്മശാന്തിക്കായിട്ട് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിനുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ വിടുതലും സൗഖ്യവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ജിനുവിൻ്റെ സഹോദരിയെ സമർപ്പിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഈ ബലി അർപ്പിക്കുവാനായിട്ട് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും ചെയ്യാം. സഹോദരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ പിതാവായ ദൈവമേ, അങ്ങേകജാതൻ കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ തൻ്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങളുടെയും അമ്മയായി അവിടുന്ന് അവരോധിച്ചുവല്ലോ. അങ്ങനെ ആ മാതാവിൻ്റെ സ്നേഹസഹായത്താൽ അങ്ങേ സഭയെ അനുദിനം കൂടുതൽ ഫലസമർത്ഥമാക്കുവാനും മക്കളുടെ വിശുദ്ധിയിൽ ആഹ്ലാദിക്കുവാനും ജനതകളുടെ കുടുംബങ്ങളെയെല്ലാം തൻ്റെ മടിത്തട്ടിലേക്ക് ആകർഷിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, വാത്സല്യമുള്ളവനെ, ദൈവത്തിൻ്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക. കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. കർത്താവിൻ്റെ വചനം. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു. വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാൻ ഇപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എൻ്റെ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ച് പുകഴ്ത്തും. ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ, കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്
കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനങ്ങളെ ഇപ്രകാരം പഠിപ്പിച്ചു: നിയമജരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കുവാനും പൊതുസ്ഥലങ്ങൾ അഭിവാദനം സ്വീകരിക്കുവാനും സിനഗോഗിൽ പ്രമുഖ സ്ഥാനം, വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്ത് ഇരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനികന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വിധവ മറ്റാരേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം, തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപത്തിൻ്റെ കറ കഴുകിക്കളയുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, മാസത്തിൻ്റെ ഈ ആദ്യ ശനിയാഴ്ച പരിശുദ്ധ വിമല മാതാവിൻ്റെ ഹൃദയത്തിൽ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ബലി അർപ്പിക്കുമ്പോൾ, ഈ ആഴ്ചയിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ദൈവം എത്ര കരുതലോടെ നമ്മെ കാത്തു പരിപാലിച്ചു എന്ന് നാം ഒന്ന് ഓർക്കണം. ശത്രുകരങ്ങളിൽ നിന്നും, ദുഷ്ട മനുഷ്യരിൽ നിന്നും, ദുഷ്ടശക്തികളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും എല്ലാം കർത്താവ് നമ്മെ സംരക്ഷിച്ചു. നമുക്കിപ്പോൾ നിറഞ്ഞ മനസ്സോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ തിരുക്കുമാരനായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലി ഞങ്ങളിവിടെ അർപ്പിക്കുമ്പോൾ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെയും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു പൈതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതാന്തസ്സുകളിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന, പൗരോഹിത്യ സന്യസ്ത ജീവിതങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെയും വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ അസ്വസ്ഥത അനുഭവിക്കുന്നവരെ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ കുർബാനയിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ പ്രിയ സഹോദരൻ റോബർട്ടിനെ ശാന്തിയും പ്രകാശവും ഞങ്ങളുടെ രാജ്യത്തിൽ സ്വീകരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഈ മാസത്തിൻ്റെ ആദ്യ ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ, ഞങ്ങളുടെ ഇടവകയിലുള്ളവർ, ദേശത്തു നിന്നുള്ളവർ, കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, അമ്മയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് അങ്ങ് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് അങ്ങ് തിരുക്കുമാരൻ്റെ അരികിലേക്ക് അമ്മ പോകുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെയും കൈവിടാതെ കാത്ത് സംരക്ഷിച്ച് കൂട്ടിക്കൊണ്ടു പോകണമേ. ഈ ബലിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. വിവിധ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയായി.
സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. ഉയരുമി കാസയിൽ അർച്ചനയായി. ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃത്തടവും. ഉയരുമി കാസയിൽ അർച്ചനയായി. ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃത്തടവും. അലിവോടെ നാഥാ സ്വീകരിക്കൂ. തിരുമുൾ കാഴ്ചയായി കൈക്കൊള്ളണേ. സഹോദരെ, ഞാനും നിങ്ങളും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് സ്വീകരിക്കുകയും അവ രക്ഷയുടെ കൂദാശയായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. അതിൻ്റെ ശക്തിയാൽ സഭയുടെ മാതാവായ കന്യകാമറിയത്തിൻ്റെ ഉപവിയാൽ ഞങ്ങൾ ഉജ്ജ്വലിപ്പിക്കപ്പെടുകയും അമ്മയോടൊപ്പം രക്ഷാകര പ്രവൃത്തിയോട് കൂടുതൽ ഐക്യപ്പെടുവാൻ അർഹരാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങളാൽ അങ്ങേ വാഴ്ത്തുക എന്നതും ഉചിതമാണല്ലോ. പരിശുദ്ധ കന്യകാമറിയം അങ്ങേ തിരുവചനം തൻ്റെ നിർമ്മല ഹൃത്തിൽ സ്വീകരിച്ചുകൊണ്ട് കന്യകാഉദരത്തിൽ ഗർഭം ധരിക്കുവാൻ അർഹയാകുകയും സൃഷ്ടാവിന് ജന്മം നൽകിക്കൊണ്ട് സഭാരംഭം പരിപോഷിപ്പിക്കുകയും ചെയ്തു. കുരിശിൻ ചുവട്ടിൽ വെച്ച് ദൈവിക സ്നേഹത്തിൻ്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ആ മാതാവ് ക്രിസ്തുവിൻ്റെ മരണത്താൽ നിത്യജീവനിലേക്ക് ജന്മം പ്രാപിച്ച സകല മനുഷ്യരെയും മക്കളായി സ്വീകരിച്ചു. അപ്പോസ്തലന്മാർ അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ പരിശുദ്ധ മറിയം തൻ്റെ അപേക്ഷകൾ ശിഷ്യരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥനാ സഭയുടെ മാതൃകയായി തീർന്നു. സ്വർഗീയ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട ആ മാതാവ് മാതൃസ്നേഹത്തോടെ തീർത്ഥാടക സഭയെ അനുയാത്ര ചെയ്യുകയും കർത്താവിൻ്റെ മഹത്വപൂർണമായ ദിനം സമാഗതമാകുന്നതുവരെ പിതൃരാജ്യത്തിലേക്കുള്ള സഭയുടെ കാലടികളെ കനിവോടെ കാത്തു പാലിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് അവിരാമം അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിയുടെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനാകുന്നു. അങ്ങ് തന്നെ പരിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യരും പരിശുദ്ധരാകുവാൻ ലോകാരംഭം മുതൽ എല്ലായ്പ്പോഴും അങ്ങ് പ്രവർത്തന നിരതനാണ്.
അങ്ങേ ജനത്തിന്റെ കാഴ്ച വസ്തുക്കൾ തൃക്കൺ പാർക്കുകയും അവയുടെ മേൽ അങ്ങേ ആത്മാവിന്റെ ശക്തി വർഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി ഇവ അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അതുവഴിയാണല്ലോ ഞങ്ങളും അങ്ങേ മക്കളായി തീർന്നിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ വഴിതെറ്റി അലഞ്ഞ് അങ്ങേ പക്കൽ എത്തിച്ചേരുവാൻ കഴിവില്ലായിരുന്നപ്പോൾ പോലും അങ്ങ് ഞങ്ങളെ അത്യധികം സ്നേഹിച്ചു. എന്തെന്നാൽ തീർത്തും നീതിമാനായ അങ്ങേ പ്രിയപുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കുരിശ് മരത്തിൽ തറയ്ക്കപ്പെടുന്നത് അപമാനമായി കണക്കാക്കാതെ തന്നെ മരണത്തിന് വിട്ടുകൊടുത്തു. അങ്ങേ ഉടമ്പടിയുടെ മായാത്തടയാളമായി തീരുവാൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ കരങ്ങൾ വിരിച്ചു പിടിക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ഭക്ഷിക്കുവാൻ തിരുമനസ്സായി. അത്താഴവേളയിൽ അവിടുന്ന് അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് കുരിശിൽ ചിന്തപ്പെടേണ്ട തൻ്റെ രക്തത്തിലൂടെ സമസ്തവും തന്നിൽ അനുരഞ്ജിപ്പിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് അവിടുന്ന് മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടും സുനിശ്ചിത സമാധാനവുമായ അങ്ങേ പ്രിയപുത്രൻ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അവിടുത്തെ മരണവും മരിച്ചവരെന്നുള്ള ഉത്ഥാനവും ഞങ്ങൾ ആഘോഷിക്കുന്നു. അവിടുത്തെ അനുഗ്രഹപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യരെ അങ്ങയോട് അനുരഞ്ജിപ്പിക്കുന്ന ഈ ബലി കാരുണ്യവും വിശ്വസ്തതയും നിറഞ്ഞ ദൈവമായ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണാസമ്പന്നനായ പിതാവേ,
അങ്ങേ പുത്രന്റെ ബലിയായി അങ്ങയോട് ഒന്നിപ്പിക്കുന്നവരെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും ഭാഗഭാഗത്താകുന്നവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല ഭിന്നതകളും അകറ്റുന്ന ക്രിസ്തുവിൽ ഏക ശരീരമായി ഒന്നിച്ചു ചേർക്കണമേ. അങ്ങയുടെ ദാസനും ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അഭിവന്യ വിൻസെന്റ് സാമുവൽ തിരുമേനിയോടൊന്ന് ചേർന്ന് മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഐക്യത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അവരുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും സകല വിശുദ്ധരോടും അങ്ങേ കരുണയ്ക്കായി മരണമടഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരർ, ബന്ധുമിത്രാദികൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, ഈ കുർബാനയിൽ ഞങ്ങൾ പ്രത്യേകമായി അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ റോബർട്ടിനെയും അങ്ങേ സ്വർഗീയ ഭവനത്തിൽ വിശുദ്ധരുടെ മധ്യേ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ വിശുദ്ധരായി നിൽക്കുന്നത് വരെ അങ്ങേ രാജ്യത്തിൻ്റെ ആഗമനം പ്രതീക്ഷിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. അങ്ങനെ ഒടുവിൽ ജീർണതയുടെ ശതത്തിൽ നിന്ന് വിമുക്തരായി പൂർണ്ണമായി നവസൃഷ്ടിക്കപ്പെട്ട എന്നെന്നും ജീവിക്കുന്ന അങ്ങേ ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാഗീതം സന്തോഷപൂർവ്വം ഞങ്ങൾ അങ്ങേക്കായി ആലപിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ജൂൺ മാസത്തിലെ ആദ്യ ശനിയാഴ്ച പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമുക്കൊന്നുകൂടെ പ്രതിഷ്ഠിക്കാം. എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് അത്ഭുതകരമായിട്ട് ഈ അമ്മയുടെ മാധ്യസ്ഥതയാൽ നാം രക്ഷ പ്രാപിക്കട്ടെ. നമ്മുടെ പ്രിയ സഹോദരൻ റോബർട്ടിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാൻ ഈ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നൽകിയ സ്വാതന്ത്ര്യത്തോടും അവകാശത്തോടും ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും സകല വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ വാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, അങ്ങേ ആത്മാവോടും കൂടെ. സഹോദരങ്ങളെ, നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേ ശരീരരക്തങ്ങളുടെ സ്വീകരണം എനിക്ക് വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ എനിക്ക് മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് അവിടുത്തെ സ്വീകരിക്കുവാൻ ക്ഷണിക്കപ്പെട്ട നാം അനുഗ്രഹീതർ. കർത്താവെ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓസ്തിയിൽ വാഴും ദൈവമേ, ഓ ദിവ്യകാരുണ്യമാം ദൈവമേ, ഓസ്തിയിൽ വാഴും ദൈവമേ, ഓ ദിവ്യകാരുണ്യമാം ദൈവമേ, വാവാ നീ എന്നുള്ളിൽ സ്നേഹം നിറയ്ക്കുവാൻ ആശയോടെ ഞാനിതാ കാത്തിരിക്കുന്നു. വാവാ നീ എന്നുള്ളിൽ സ്നേഹം നിറയ്ക്കുവാൻ ആശയോടെ ഞാനിതാ കാത്തിരിക്കുന്നു. വാവാ എൻ്റെ ഈശോയെ, വാവാ എൻ്റെ ഈശോയെ, എൻ്റെ ഉള്ളിൽ രാജനായി വന്നു വാഴണേ. ഈ ലോകത്തിൽ നിന്നെപ്പോലെ എന്നെ സ്നേഹിക്കാൻ ആരാലും സാധ്യമല്ലെന്നറിയുന്നു ഞാൻ. ഈ ലോകത്തിൽ നിന്നെപ്പോലെ എന്നെ സ്നേഹിക്കാൻ ആരാലും സാധ്യമല്ലെന്നറിയുന്നു ഞാൻ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, എൻ്റെ ഉള്ളിൽ രാജനായി വന്നു വാഴണേ. ഓസ്തിയിൽ വാഴും ദൈവമേ, ഓ ദിവ്യകാരുണ്യമാം ദൈവമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹിതനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ മാതാവിനെ ഞങ്ങളുടെയും അമ്മയായ അങ്ങ് കൽപ്പിച്ച് നൽകിയല്ലോ. അങ്ങേ തിരുക്കുമാരൻ്റെ തിരുശരീരക്തങ്ങൾ സ്വീകരിച്ച ഞങ്ങളെ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ സമ്പന്നമാക്കണമേ. സകലവിധ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ദുഷ്ടമനുഷ്യരിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം എപ്പോഴും എല്ലായിടത്തും ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കുവാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവ്വം അച്ഛൻ ആശംസിക്കുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ, കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ, ഹൃദയക്ഷതിയായി രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ, താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥ കരം പിടിക്കൂ.